ഇന്നലെ രാത്രി ഇവാനി ഓടിക്കൊണ്ട് വന്നിട്ട് പറയാം നാളെയാണ് അവളുടെ സ്കൂളിൽ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ എന്ന്. ഓണത്തിന്റെ കല്യാണത്തിന്റെ വർക്കിന്റെ തിരക്കിനിടയിൽ അവളുടെ സ്കൂളിലെ മെസ്സേജ് ഒക്കെ നോക്കാൻ ഞാൻ സത്യം പറഞ്ഞ് അങ്ങ് വിട്ടുപോയി. അങ്ങനെ പിറ്റേന്ന് രാവിലെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ പോയി ഇതുപോലെ ഒരു കാർഡ് ബോർഡ് മേടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് ചേട്ടനാണ് അതിൽ ബട്ടർഫ്ലൈ വരച്ചു തന്നത്. അതാണ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വരച്ച ആളുടെ കഴിവുകൊണ്ടാണ് ഇത് ഇത്രയും ഗംഭീരമായെന്ന്. സത്യം പറഞ്ഞാൽ ചേട്ടാ അതിന്റെ ഒരു സൈഡ് മാത്രമേ വരച്ച് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ പിന്നെ ആ കട്ട് ചെയ്തെടുത്തതിന്റെ ആ ഒരു ബാലൻസ് പീസ് ഓരോന്നായിട്ട് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് സ്കെച്ച് ചെയ്തെടുക്കുമായിരുന്നു. അങ്ങനെ ഒരുവിധം നമ്മുടെ ബട്ടർഫ്ലൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അവളുടെ പുറത്തോട്ട് എങ്ങനെ വെച്ച് നോക്കി സെറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു അടുത്ത പടി. അങ്ങനെ ഞാൻ ഇങ്ങനെ അവളെ പുറത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. തോട്ട പോലെ രണ്ട് കൈ ഇങ്ങനെ കിടന്നാടുന്നുണ്ടായിരുന്നു. ഇനി ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒന്ന് സെറ്റാക്കിയും കൂടെ വെക്കണമായിരുന്നു. കാർഡ്ബോർഡ് മേടിച്ചതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇതുപോലെ കറുത്ത 4 ചാർട്ടും ഓറഞ്ച് കളറിൽ 2 ചാർട്ടും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കറുത്ത 2 ചാർട്ട് ബാക്ക് സൈഡും കറുത്ത 2 ചാർട്ട് ഫ്രണ്ട് സൈഡുമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബാലൻസ് ഉള്ള പോർഷൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി. ഇവാനിയുടെ റെഫറൻസിലെ ബട്ടർഫ്ലൈ ഓറഞ്ചും ബ്ലാക്കും ആയതുകൊണ്ട് തന്നെ ഓറഞ്ചിലെ ചാർട്ടും ഇതുപോലെ കട്ട് ചെയ്ത് ആ ബ്ലാക്ക് ചാർട്ടിനുള്ളിലായിട്ട് പല പല ഷേപ്പുകൾ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ബട്ടർഫ്ലൈയുടെ ഫൈനൽ ലുക്ക്. കൊമ്പൊക്കെ സെറ്റാക്കി ഇട്ടോ. പിന്നെ നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് അവൾ സ്കൂളിൽ പോയി തെയ്യങ്കളി കളിച്ചിട്ട് വന്നവളാണ്. അവളടുത്ത് നന്നായിട്ടൊന്ന് കളിക്കണേ, തേൻ കുടിക്കുന്നത് പോലെ ഒന്ന് കാണിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വെറുതെ ആ സ്റ്റേജിന് ചുറ്റും റൗണ്ട് അടിച്ച് നടന്നൊരു പൂമ്പാറ്റയായിരുന്നു. അങ്ങനെ സ്കൂൾ തൊട്ട് വീട് വരെ ഞാൻ ഇവളുമായിട്ട് അടിയായിരുന്നു. ഇതിൽ വൈറ്റ് ഡോട്ടൊക്കെ കൊടുത്തേക്കുന്നത് വൈറ്റ് പെയിന്റ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഡോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലല്ലേ ആ ബട്ടർഫ്ലൈയുടെ ഒരു എഫക്റ്റ് അങ്ങോട്ട് വരത്തുള്ളൂ. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ എളുപ്പമൊക്കെയാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. കുറച്ച് നേരം ഒന്ന് ഇതിനായിട്ട് ക്ഷമയോടുകൂടി ഇരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്